നമ്മൾ ക്രിസ്ത്യാനികളാണ്, എല്ലാം ഉണ്ട്, ആവശ്യത്തിനില്ല. എന്നാൽ അത് മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ, ഇല്ലായ്മ മനസ്സിലാക്കിയ അപ്പോസ്തലന്മാർ ആദ്യം പരാജയഭീതി കൊണ്ട് തിരിച്ചു പോകാൻ നോക്കി. ഉടനെ കർത്താവ് എന്ന് വീണ്ടും പിടിച്ചോണ്ട് വന്നു. അതെവിടുന്നാ? 21 അധ്യായത്തിൽ അവർ പറഞ്ഞ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുക യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം. ഉടനെ പറഞ്ഞു പോരുത്, വരാൻ പറഞ്ഞ് തിരിച്ച് വിളിച്ച് മത്സ്യത്തിൻ്റെ ആധിക്യവും അത്ഭുതമൊക്കെ കണ്ട് വീണ്ടും പത്രോസ് അപ്പോസ്തലൻ വന്നു. ഉടനെ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? രോഗശാന്തി കിട്ടിക്കാണും, രോഗശാന്തി നടത്തിയും കാണും. അത്ഭുതം കിട്ടിക്കാണും, അത്ഭുതം നടത്തിയും കാണും. അതൊന്നും കാര്യമില്ല. ഒരു ചോദ്യം പത്രോസിനോട് ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ധ്യാനം തീരാൻ പോകുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉടനെ പ്രിയമുള്ളവരെ പത്രോസ് അപ്പോസ്തലൻ ചുരുണ്ടുകൂടിപ്പോയി. കാരണം എന്താ? സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ പഴയ നോട്ടം. പത്രോസ് പറഞ്ഞ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇതുപോലെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. സത്യത്തിൽ നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവർ? നമ്മുടെ സ്നേഹം സത്യത്തിൽ എന്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ അടുത്ത കാലത്ത് വിദേശ രാജ്യത്ത് ഒരു പള്ളിയിൽ ചെന്ന്, ഞാനവിടെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മസ്കറ്റിൽ എങ്ങാണ്ടാന്ന് തോന്നുന്നു, പ്രിയമുള്ളവർ മൈക്കെടുത്ത് വെച്ചിട്ട് അച്ഛനും ആളുകളും എല്ലാം നല്ല നല്ല വാക്കുകൾ പറയാം. നമ്മൾ കേരള യാക്കോബായ സുറിയാനി സഭയിലെ ധ്യാന ഗുരുവാണ് നമ്മുടെ ഈ തിരുമേനി, ഇത് ഭയങ്കര സംഭവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റതാണ് അതാണ് ഞങ്ങൾ ഒത്തിരി പറഞ്ഞ്. ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങളെന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കിനും എല്ലാ വർഷവും തിരുമേനി ഒരു പ്രാവശ്യമെങ്കിലും വരണം, വന്നാൽ ഞങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ വർഷവും ഒരു പ്രാവശ്യം ഇവിടെ വരണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? എനിക്കിപ്പോൾ നാക്കിന് ബലമുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് നിങ്ങളെ നല്ല സരസമായി പ്രസംഗം കേൾപ്പിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ ഇവിടുന്ന് അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്കൊരു അസുഖം വന്നു, എനിക്ക് എഴുന്നേക്കാനും മേലെ നടക്കാനും മേലെ അതായിട്ട് തൂത്തൂട്ടി കിടക്കുക. നിങ്ങൾ പറയുകയാണ് എല്ലാ വർഷവും ബീലക്സിനോ സിരിമേനിയെ മസ്കറ്റിൽ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, അതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാം, നിങ്ങൾ കൊണ്ടുപോകുമോ? ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു. എനിക്ക് എഴുന്നേറ്റ് നടക്കാനും മേല, എനിക്ക് വർത്തമാനം പറയാനും മേല, രണ്ടുപേരുടെ സഹായമില്ലാതെ എനിക്ക് നടക്കാൻ മേല, നിങ്ങൾ എന്നെ കൊണ്ടുവരും. ഞാൻ ഈ സഭയിലെ ബിഷപ്പാന്ന് തരൂ. അവരൊന്നും മിണ്ടിയില്ല. കൊണ്ടുവരികയല്ലേ പ്രിയമുള്ളവർ. ഇപ്പോൾ ആളുകൾ അതിലേ പോകുമ്പോൾ ഇതിലേ പോകുമ്പോഴൊക്കെ ഇവിടെ കയറും മുന്തിരിങ്ങയൊക്കെ മേടിച്ചോണ്ട്. ഞാനിവിടെ എഴുന്നേക്കാൻ മേലാതെ എല്ലും തോലുമായിട്ട് കിടക്കുകയാണ്. അന്നേരവും ബിഷപ്പാണ്. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കൂ. ഇന്ന് തൂത്തൂട്ടി ചാപ്പലിലേക്ക് പ്രിയമുള്ളവർ ഫോൺ തന്നെ വിളിയോണ്ട്, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചാൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക? എപ്പോഴും ഫോണാണ്. കയറുന്നതിന് തൊട്ട് മുമ്പും ആളുകൾ, കയറി കഴിഞ്ഞാലും ആളുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്തിനാണ് അവർ വരുന്നത്? എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്? അവരുടെ ആവശ്യം സാധിക്കാനാണ്. ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമുണ്ടോ? വേറെ എവിടെയെല്ലാം പോവാം. സത്യത്തിൽ പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യനും സ്നേഹിക്കുന്ന അവരോരെയാണ്. ദൈവസ്നേഹം എന്ന് പറയുന്നതൊന്നും നമ്മളിൽ ആരിലും ഇല്ല. നമ്മളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് കണ്ടമാനം. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു? ഇതെങ്ങനെയെങ്കിലും കറക്റ്റായിട്ട് പോകണം. നമ്മുടെ ജീവിതത്തിന് കുഴപ്പമൊന്നും ഉണ്ടാകരുത്. കുഴപ്പമുണ്ടാകാതിരിക്കാൻ ദൈവത്തെ പിടിക്കാമെങ്കിൽ ദൈവത്തെ പിടിക്കാം, ധ്യാനഗുരുവെങ്കിൽ ധ്യാനഗുരു, ധ്യാനകേന്ദ്രമെങ്കിൽ ധ്യാനകേന്ദ്രം. എന്തിനേയും നമ്മൾ പിടിക്കും. സത്യത്തിൽ നമ്മളിൽ എന്തില്ല? സ്നേഹമില്ല, ദൈവസ്നേഹമില്ല. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളിൽ ദൈവസ്നേഹമില്ല പ്രിയമുള്ളവർ. എല്ലാം ഉണ്ട്, വരദാനങ്ങളുണ്ട്, രോഗശാന്തി വരെ ഉണ്ട്. അതുകൊണ്ടാണ് രോഗശാന്തി നടക്കുന്നത്. പിശാചുകളെ ബഹിഷ്കരിക്കാൻ വരം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പിശാച് ഇറങ്ങിപ്പോകുന്നത്. പിന്നെ പൗരോഹിത്യം പ്രവർത്തനതരമാണ്, അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി എല്ലാം ഉണ്ട്. അവസാനം ഞാൻ ധ്യാനിച്ച് കണ്ടെത്തി, നമുക്കാകെപ്പാടെ ഇല്ലാത്ത ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹമില്ല.
സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ ആരില്ലെന്ന് അർത്ഥം അറിയോ? പരിശുദ്ധാത്മാവിന് എന്നെ സ്വന്തമാക്കാനും എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാനും പറ്റിയിട്ടില്ല. അതാർത്ഥം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഒരു മനുഷ്യന് അനുഭവിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നറിയോ? റോമ 5:5 പരിശുദ്ധാത്മാവിലൂടെ ദൈവസ്നേഹം ചൊരിയപ്പെടുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചങ്കിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? മാതാവിനെ കുറിച്ചൊരു പാട്ടാണ്. നിന്ദിച്ചാലും നിന്ദിച്ചാലും സ്നേഹിക്കുന്ന അമ്മ. കാരണം എന്താണെന്നറിയോ? ഈ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ട്. നമ്മളിപ്പോൾ പാപികളാണെങ്കിലും ഈ പരിശുദ്ധ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മളെ പാപിയായിട്ടല്ല കാണുന്നത്, രോഗിയായിട്ടാണ് കാണുന്നത്. ദൈവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു ക്രിസ്തു താഴേക്ക് നോക്കിയപ്പോൾ പാപിയെ കണ്ടില്ല, ശത്രുവിനെ കണ്ടില്ല. കാരണം എന്താ? അവന് ശത്രുവിനെ ആയിരുന്നു കണ്ടിരുന്നെങ്കിൽ, പിശാചിനെ കാണുകയായിരുന്നെങ്കിൽ അവനിൽ, ഇവരിലെല്ലാം പിശാചുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സാത്താനാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ചങ്കത്തിനിട്ട് കുത്തുക ഏതെങ്കിലും ദൈവമക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? പറ്റുകയില്ല. അപ്പൻ്റെ മോന്തക്കിട്ട് ആരെങ്കിലും അടിക്കുമോ? മക്കൾ യഥാർത്ഥത്തിൽ ബോധമുള്ള മക്കൾ ഇല്ല. പ്രാന്താണവന്, പിശാച് കയറിയതാണ്. സാത്താൻ കയറിയത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാത്താൻ കയറിയാൽ എന്തും ചെയ്യും. മാലാഖ പിശാചായി മാറും. അങ്ങനെ യേശുവിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു നോക്കുമ്പോൾ യേശു എങ്ങനെയാണ് നോക്കുന്നത്? ആത്മാവിൽ ഇങ്ങനെ നോക്കുകയാണ്. ദൈവം നോക്കുകയാണ്. ഉണ്ടോ? യേശു ആത്മാവിൽ ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്നതാണ്, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയാൻ മേല. കാരണം എന്താ? ഇവൻ്റെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുക. സാത്താൻ പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഇവരെന്താണ് ചെയ്തതെന്ന് ഇവർക്ക് മനസ്സിലാകും. ശരിയാണ്, ഒരുത്തരം മനസ്സിലായി. അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കാവൽ നിൽക്കുകയാണ്. ആരും യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത് ഇവിടെ കിടന്ന്. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റെന്നോ കുരിശെന്ന് ചാടിയൊന്നും പറയാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് എല്ലാവരുടെയും കാലൊടിച്ചേക്കാൻ. കാലൊടിക്കാൻ ചെന്നപ്പോൾ അവൻ മരിച്ചുപോയി. ഒറ്റ കുത്ത് അല്ലേ? ഒറ്റ കുത്തായിരുന്നു, കുന്തം കൊണ്ട് ഒറ്റ കുത്ത്. പ്രിയമുള്ളവരെ, രക്തവും വെള്ളവും ചൂകുന്നുണ്ട്. ആ വെള്ളം അവൻ്റെ കണ്ണേലോട്ടാണ് വീണു. അവൻ്റെ കണ്ണുകൾ തുറന്നു. അവൻ അങ്ങോട്ട് കാറാൻ തുടങ്ങി. ദൈവമേ, ഇവൻ സാക്ഷാൽ ദൈവത്തിൻ്റെ മകൻ. കണ്ടോ? സാക്ഷാൽ ദൈവത്തിൻ്റെ മകൻ. അവൻ്റെ പിശാച് ഇറങ്ങിപ്പോയി. ക്രിസ്തുവിൻ്റെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന സ്നേഹം തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറണം, അകത്ത് കയറണം. ഈ ചങ്കിനകത്തോട്ട് പരിശുദ്ധാത്മാവ് കയറി കഴിയുമ്പോഴാണ് നമ്മൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതൻ നഷ്ടപ്പെട്ട ഒരപ്പൻ അല്ലെങ്കിൽ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരപ്പൻ അമ്മ കരയുന്നത് പോലെ ഇതാ കാൽവറി കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി നമ്മൾ വിലപിക്കും. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒത്തിരി കാലമായിട്ടിങ്ങനെ ധ്യാനിങ്ങനെ നടത്തിക്കൊണ്ട് ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ പ്രിയമുള്ളവർ, ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്കൊരു അനുഭവമുണ്ട്. അതാണ് ഞാൻ ഇന്നിത് പ്രസംഗിച്ചത്. കാസായും വിലാസായും ഉയർത്തിപ്പിടിക്കുമ്പോൾ പ്രിയമുള്ളവർ, ഇന്നലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനം കണ്ടുകൊണ്ടാണല്ലോ ഇരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ചങ്കിൻ്റെ മേലോട്ട് കുത്തിയിട്ട് ആ രക്തവും വെള്ളവും കൂടെ ഈ ബലിപീഠത്തിലേക്ക് വീഴുന്ന പോലെ എനിക്കങ്ങോട്ട് കാണുന്ന പോലെ തോന്നി. ഞാനങ്ങ് വല്ലാതായിപ്പോയി. സത്യത്തിൽ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി നമ്മുടെ പാപങ്ങൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വന്ന് വീണ് കഴുകുകയാണ്. ഇതാ എല്ലാ ഞായറാഴ്ച നടക്കുന്നത്, എല്ലാ ബലിക്കും ഇതാ നടക്കുന്നത്. അത് കാണാൻ പറ്റാത്ത വിധം നമ്മുടെ കണ്ണ് അന്ധമായിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? അകത്തെന്തില്ല? പരിശുദ്ധാത്മാവ് കയറിയിട്ടില്ല. കയറാത്തതിൻ്റെ കാര്യം എന്താ?
ഒരു പ്രശ്നവും ഇല്ല. എന്താണെന്നറിയോ? നിങ്ങളുടെ ഹൃദയം ഹൗസ്ഫുള്ളാണ്. പലതും പുറത്തിറങ്ങിപ്പോയിട്ടില്ല. സ്നേഹമാണെന്ന് ധരിച്ച് നിങ്ങൾ പലതും എന്ത് ചെയ്തിരിക്കുക? കട്ടയും കല്ലും എല്ലാം എടുത്ത് വെച്ചിരിക്കുക, പവിഴവാന്നോർത്ത്. കാമുകന്മാരെ ഇറക്കിവിടാത്ത ഹൃദയങ്ങൾ, കാമുകിമാരെ ഇറക്കിവിടാത്ത ഹൃദയങ്ങൾ, മദ്യപാനം ഉപേക്ഷിക്കാത്ത ഹൃദയങ്ങൾ. പുറമെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സൺഡേ സ്കൂൾ അധ്യാപകൻ ഇവിടെ വന്നു. പുള്ളി ചോദിച്ചു, 2 തിരുമേനിമാരിപ്പോൾ ഉള്ളപ്പം ഒരു സംശയം ചോദിക്കാനാണ്. ഞാൻ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറുന്ന ആളാണ്. മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറുന്ന ആളായിരുന്നു. ഇപ്പം കയറുന്നില്ല. കയറാത്തതിൻ്റെ കാരണം ഞാൻ വല്ലപ്പോഴും മദ്യം കഴിക്കാറുണ്ട്. മദ്യം കഴിച്ചുകൊണ്ട് മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നത് ശരിയാണോ? അപ്പം ഞാൻ പറഞ്ഞു, നീ പള്ളിയിൽ കയറുന്നത് തന്നെ ശരിയല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്കത് നിർത്താൻ പാടാന്ന് പറഞ്ഞു. നിർത്താൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിർത്താൻ പറ്റും. ഞങ്ങൾ 2 പേരും കൂടെ ഇപ്പോൾ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കാം, അപ്പോൾ മദ്യപാനം തന്നെ നിന്ന് പോകുമെന്ന് പറഞ്ഞു. ഉടനെ ഈ പുള്ളി പറയുക, ബന്ധിക്കണ്ട, ചെറുതായിട്ടൊന്ന് ശാസിച്ച് വിട്ടാൽ മതി. അങ്ങനെ അങ്ങ് ബന്ധിക്കണ്ട, ചെറുതായിട്ട് ഒന്ന് ശാസിച്ചങ്ങ് വിട്ടാൽ മതി. ഇതാ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപകർ. ഇങ്ങനത്തെ സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതിൽ കൂടുതൽ വഷളാകേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ പിഴകെട്ട ക്രൈസ്തവ ജീവിതമാണ് നമ്മുടെ തലമുറകളെ സാത്താന് ബലി കൊടുക്കുന്നത്. ഓരോ പാപത്തിൽ മുഴുകിയിരുന്ന് നടത്തുന്ന സൺഡേ സ്കൂൾ അധ്യാപകൻ്റെ പ്രവൃത്തി ഒരു സാത്താൻ ആരാധനയ്ക്ക് തുല്യമായിട്ടാണ്. അവൻ തങ്ങളുടെ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സാത്താന് ബലി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൽ നിന്ന് യേശുവിൻ്റെ ചങ്കോട് ചേർന്ന് നിന്ന് ശുശ്രൂഷ ചെയ്യാതെ സകല പാപത്തിലും കടന്നൊരു പുരോഹിതൻ ശുശ്രൂഷ ചെയ്താൽ ആ പുരോഹിതൻ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ സാത്താന് ബലി കൊടുക്കുന്നതിന് തുല്യമായി മാറും. നിങ്ങൾ പാപത്തിൽ കടന്നുകൊണ്ട് ബോധപൂർവം പാപങ്ങൾ ഉപേക്ഷിക്കാൻ സാധ്യതയുള്ള, കഴുകിക്കളയാൻ സാധ്യതയുള്ള കൂദാശകൾ തുറന്നിരിക്കെ ആ കൂദാശകളെ തിരസ്കരിച്ചുകൊണ്ട് 10, 25, 30 വർഷമായിട്ട് കുമ്പസാരം എന്ന കല്യാണം കഴിച്ചിട്ട് പിന്നെ കുമ്പസാരിക്കാത്ത എത്ര പേരുണ്ട് ഇവിടെ? ഒരു പ്രാവശ്യം പോലും കുമ്പസാരിക്കാത്തവർ. ഈ ധ്യാനത്തിനൊക്കെ എത്ര പേരെ വരുന്നറിയും? 40 വർഷം 50 വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, പള്ളി കയറാറില്ല. നമ്മൾ കാര്യം ചോദിക്കുമ്പോൾ എന്നാ പറയുന്നത്? അവിടെ പള്ളിയിൽ അടിയല്ലേ, അച്ഛന്മാർ വഴക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കാരണങ്ങളങ്ങ് പറയും. പ്രിയമുള്ളവരെ, പച്ചക്കറിക്ക് വിഷം അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നും കഴിക്കുന്നില്ലേ? ഇറച്ചി കഴിച്ചാൽ പ്രശ്നം ഉണ്ടാവും, ആന്ത്രാസ് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബീഫ് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇതൊക്കെ ഓരോ കാരണം പറച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയാണ്, കൊലയ്ക്ക്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ഇപ്പോൾ രോഗശാന്തിയൊക്കെ നടക്കുന്നുണ്ട്, അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന അടയാളങ്ങളുണ്ട്. പക്ഷേ ചങ്കിനകത്ത് കയറണം, ഇത് ചങ്കിനകത്ത് കയറണം. അപ്പോൾ അതിനകത്തുനിന്ന് ഈ സാമാനം എടുത്ത് കളയണം. വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പിന്നെ അവിഹിത ബന്ധം, അശുദ്ധ ബന്ധം ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് കർത്താവിന് ഈ ഹൃദയം കൊടുത്തിട്ട് പറയണം, കർത്താവേ, നിനക്ക് മാത്രമായി എൻ്റെ ഹൃദയം തരുന്നു. പരിശുദ്ധനായ ദൈവം പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെന്ന് ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്. അതിനാണ് പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് തരാൻ പോവാണ്, ഹൃദയത്തിൽ നിറയ്ക്കാൻ പോവുക. കയറണമെങ്കിൽ നിങ്ങളുടെ ചങ്ക് എന്ത് ചെയ്യണം? ആദ്യം ക്ലിയറാക്കി ദൈവത്തിന് വസിക്കാൻ 100% ഒരിടമുണ്ടാക്കണം. നമ്മൾ പാടാറില്ലേ, വേണ്ട പോകരുതേ നാഥ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ
നല്ലൊരു ഭൂമണ്ഡപം യേശുനാഥ പാടാറില്ലേ? അപ്പോൾ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ഹൃദയം, നിർമ്മലമായ ഹൃദയം. ഞാനിന്ന് രാവിലെ പറഞ്ഞപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ഭൂമിയും ഭൂമണ്ഡലവും എല്ലാം തന്നെ ജ്ഞാനത്താൽ നിലനിർത്തി. ആ ആത്മാവ് മനുഷ്യകുലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എല്ലാവരെയും തിരഞ്ഞെടുത്തില്ല, എല്ലാവരിലൂടെയും പ്രവർത്തിച്ചില്ല. ആരിലൂടെയാണ് പ്രവർത്തിച്ചത്? പ്രിയമുള്ളവരെ, അബ്രഹാം എന്ന നിർമ്മല മനസാക്ഷിയുള്ള മനുഷ്യനെ തിരഞ്ഞെടുത്തു. അവൻ്റെ ഹൃദയം വിശുദ്ധമായോ എന്നറിയാൻ പരീക്ഷണം കൂടെ നടത്തി നോക്കി. എന്തായിരുന്നു പരീക്ഷണം? നിൻ്റെ ഏകജാതനായ മകനെ എനിക്ക് താ. അവൻ പറഞ്ഞ്, എൻ്റെ ദൈവം ചോദിച്ചാൽ ഞാൻ എന്തും തരും. തരുമെന്ന് പറയുക മാത്രമല്ല, ചിലരുണ്ട് തരുമെന്ന് പറയും. അങ്ങനത്തെ ആളുണ്ട്, എന്നിട്ട് കൊടുക്കുകയില്ല. തരാമെന്ന് പറയും, കൊടുക്കുകയില്ല. അബ്രഹാം അങ്ങനെ ആയിരുന്നില്ല. നമ്മളിതുപോലെ ധ്യാനത്തിന് വന്ന് തന്നേക്കാമെന്ന് പറയും ഹൃദയം. എന്നിട്ട് കാര്യം സാധിച്ചുകൊണ്ട് IELTS പരീക്ഷ ജയിച്ചു കഴിയുമ്പോൾ ഒരു പോക്ക് പോകും. പിന്നെ തൂത്തൂട്ടി ധ്യാനകേന്ദ്രം എന്നല്ല, കേരളത്തിൽ ഒരു ധ്യാനകേന്ദ്രവും കണ്ടാൽ തിരിച്ചറിയാൻ മേലാത്ത അവസ്ഥയിൽ ഒരു പോക്കും പോകും. അപ്പോൾ കൊടുക്കണം, ഹൃദയം കൊടുക്കണം. അബ്രഹാം പറഞ്ഞ്, എൻ്റെ ഏകജാതനായ മകനെ ഞാൻ തന്നേക്കാം. ബലി പറയുക മാത്രമല്ല, പിടിച്ചു കെട്ടി ബലിപീഠത്തെ വെച്ച്. ദൈവം ദീർഘനിശ്വാസം വിട്ടുകയാണ്. എന്നെ ഇത്രയും സ്നേഹിക്കുന്നൊരു മനുഷ്യൻ ഭൂമിയിൽ, ഇവനെ ഞാൻ അനുഗ്രഹിച്ച് ശരിയാക്കി കളയും. ഞാൻ പിതാവ് തീരുമാനിച്ച്, ആ പിതാവായ ദൈവം ആ പൈതൃക സ്നേഹം അങ്ങനെ തന്നെ അബ്രഹാമിൻ്റെ ചങ്കിലേക്ക് ഒഴുക്കി. അബ്രഹാം, നീ ഇനി വെറും അബ്രഹാമല്ല, നീ അപ്പനായിരിക്കും. എന്നെപ്പോലെ തന്നെ നീയും അപ്പൻ. ഭൂമിയിൽ ആരെയും അപ്പനെന്ന് വിളിക്കരുത്, എന്നാൽ ചിലരെ ദൈവം അപ്പനെന്ന് വിളിക്കാൻ അഭിഷേകം നൽകും. അങ്ങനത്തെ അപ്പനാണ് യേശു പറഞ്ഞു, അബ്രഹാം നിങ്ങളുടെ പിതാവാണ്. അതാ അപ്പൻ. ദൈവം പിതൃസ്ഥാനമാണ് ആർക്ക് കൊടുത്തത്? ഈ അബ്രഹാമിന് കൊടുത്തത്. പൈതൃക സ്ഥാനം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ പങ്ക് കൊടുത്തിട്ട് ദൈവം ചേർത്ത് നിർത്തി. ഭൂമിയിലെ അപ്പൻ നീ ആയിരിക്കും. ഇനി ഞാനല്ലടാ അപ്പൻ, ഭൂമിയിലെ അപ്പൻ നീ. ഞാൻ ചെയ്യേണ്ടതെല്ലാം നിന്നെക്കൊണ്ട് ഞാൻ ഭൂമി ചെയ്യിക്കും. എൻ്റെ നാമമഹത്വത്തിന് വേണ്ടി നിന്നെ ഞാൻ ഉയർത്തും എന്ന് ദൈവം ഒരാളെക്കുറിച്ച് തീരുമാനിച്ചാൽ ഉയർത്തുക തന്നെ ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു തീരുമാനം നിങ്ങളെക്കുറിച്ച് എടുക്കണമെങ്കിൽ നിങ്ങൾ അതുപോലെ സമർപ്പിക്കണം. എൻ്റെ കർത്താവേ, ചങ്കെടുത്ത് തന്നേക്കാം. നിങ്ങൾ ഇരിക്കുന്ന പോലെ ഞാൻ പണ്ട് ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്, വയ്യനായിരുന്നു. അപ്പോൾ ഇവിടെ ആരാധനയുടെ സമയത്ത് വിശുദ്ധ കുർബാന, അന്ന് നമുക്ക് ധ്യാനങ്ങളില്ല. ഞാൻ മുരിങ്ങൂരും പോട്ടയിലൊക്കെ പോയാണ് ധ്യാനം കൂടിക്കൊണ്ട്. അപ്പോൾ ധ്യാനം കൂടുമ്പോൾ വിശുദ്ധ കുർബാനയെ ഉയർത്തി കാണിച്ചിട്ട് ആരാധനയുടെ സമയത്ത് എല്ലാവരും പാടുമ്പോൾ പാടിയിട്ട് വിശുദ്ധ കുർബാന തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടെ നിന്ന് പറയുന്നു, എൻ്റെ കർത്താവേ, ഈ വേണ്ട പോകരുതേ, നാഥാ നിൽക്കണമേ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ട് എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ ഞാൻ പറയും, കർത്താവേ, നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, എന്ത് വേണമെങ്കിലും തന്നേക്കാം, പക്ഷേ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകരുത്. നീ പോയാൽ പിന്നെ നമുക്ക് ആരുമില്ലല്ലോ. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചവൻ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ആര്? പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ച്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവ് എൻ്റെ കൂടെ പോകുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റിയത്. ഭൗതികമായ ഒരു കാര്യവും ഞാൻ കർത്താവിനോട് ഒരു കാലത്തും ചോദിച്ചിട്ടില്ല. സാമ്പത്തിക ഭദ്രതയോ വലിയ കടബാധ്യതകൾ വന്ന് വീടും പറമ്പും നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ വന്നിട്ടും കർത്താവെ എനിക്ക് പണം തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞില്ല, ചോദിച്ചില്ലേ. ഞാൻ അന്നേരം പറഞ്ഞു, കർത്താവെ, എനിക്ക് നിൻ്റെ കൃപ മതി, കൃപയാണ് വേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവർ ഓർക്കുക, അബ്രഹാം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവനായി. അബ്രഹാം കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഒരു ദർശനം കണ്ടു. എന്താ ദർശനം കണ്ടത്?
ഒരു മരത്തിലൊരാട് കിടക്കുന്നു. നമ്മൾ വല്ലതും നോക്കിയിട്ട് വല്ലതും കാണുന്നുണ്ടോ? ദർശനം വല്ലതും കാണുകയില്ല. ഇതൊരു പ്രിയമുള്ളവർ, നമ്മൾ ഓരോ പടിപടിയായിട്ട് ഉയരുമ്പോഴാണ് നമുക്ക് ഈ ആത്മീയമായ ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അബ്രഹാം നേരത്തെ പലതും കണ്ടിട്ടുണ്ട്. അബ്രഹാം കണ്ടത് എന്നാണെന്നറിയോ? കൊച്ചുണ്ടാകാതിരുന്നപ്പോഴത്തേന് അബ്രഹാം നോക്കിയപ്പോൾ കണ്ടത് മുടിയാനായിട്ട് പിള്ളേരുമില്ല, ഒറ്റയ്ക്ക് നടുവേദനയായിട്ട് ഇവളെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ, അറ്റാക്ക് വല്ലപ്പോൾ നമ്മൾ ചത്തുപോയി കഴിഞ്ഞാൽ ഞാനിനി ഒറ്റയ്ക്ക് ഈ ആടിനെയുമായിട്ട് നടക്കേണ്ടി വരും. ഞാനെങ്ങാനും മരിച്ചു പോയാൽ സാറായിക്കാണെങ്കിൽ ആടിൻ്റെ എണ്ണം അറിയാൻ മേല, കാൽക്കുലേറ്റർ നോക്കാനും അറിയാൻ മേല, അവളെന്നാ ചെയ്യും? ഇങ്ങനെ ടെൻഷനായിരുന്നു. കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോഴോ, ദൈവമേ 90 വയസ്സായ എനിക്ക് കൊച്ചുണ്ടായി, സാറായിക്ക് 80 വയസ്സാണ്. 80 വയസ്സിൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഈ കൊച്ചിനെ ആരെടുത്തുകൊണ്ട് നടക്കും? ഇവന് വല്ലോ എട്ടും പൊട്ടും തിരിഞ്ഞിട്ടില്ല. ഈ ചെറുക്കനെയും കൊണ്ട് ഈ സാറ എങ്ങനെ ജീവിക്കും? ഞങ്ങൾ രണ്ടുപേരും തട്ടിപ്പോയാൽ ഇവൻ ഈ മരുഭൂമിയിൽ അനാഥനായി പോകുമല്ലോ. ഇങ്ങനത്തെ ചിന്തകൾ അബ്രഹാമിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. കണ്ടോ, ദർശനം മോശം. സമർപ്പണം പൂർണ്ണമായപ്പോൾ കണ്ട ദർശനം അങ്ങനെയല്ല. ഇതാ ഒരു മരത്തേൽ ആട്. അതെന്ത് ദർശന? ആരും കണ്ടിട്ടില്ലാത്ത ദർശനം, ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത കാര്യം അബ്രഹാം കണ്ടു. ദർശനങ്ങൾ ഉയർന്ന ദർശനങ്ങളായി മാറണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആന്തരിക മേഖല ഉയരണം. ചിലർക്ക് ചുമ്മാ വലിയ വിലയില്ലാത്ത ദർശനം കാണും. ഒരിക്കലും ഒരാളൊരു ദർശനം കണ്ടതാണ് പ്രിയമുള്ളവരെ. ദർശനം പുള്ളി പറഞ്ഞു, ദർശനം ഇതാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഒരു വണ്ടി കാണുന്നുണ്ട്, ഒരു വണ്ടി. അപ്പോൾ അത് ചോദിച്ചു, എന്താ ഇതിൻ്റെ അർത്ഥം? വണ്ടി കാണുന്നു. ആ വണ്ടി ഏത് കമ്പനിയാണെന്നും കാണുന്നുണ്ട്. കൃത്യമായ വണ്ടിയും കമ്പനി സഹിതം കണ്ടു. വേറെ എന്തോരം വണ്ടി ഉണ്ടായിരുന്നറിയോ, പക്ഷേ ഈ കറക്റ്റ് വണ്ടി തന്നെയാണ് കണ്ടത്. ആ വണ്ടിയുടെ വോയേജർ എന്ന് പറഞ്ഞ പഴയൊരു വണ്ടിയുണ്ട്. ഇപ്പോഴത്തെ ഓംനി വാനിനേക്കാൾ ഇച്ചിരി വീതിയുള്ള നീളമുള്ള നല്ല AC ഒക്കെ ഉള്ളൊരു വണ്ടിയാണ് ഇത്. ദർശകൻ പ്രാർത്ഥിച്ചപ്പോൾ ഇതാണ് ദർശനത്തിൽ കണ്ടത്. എന്നിട്ട് പറഞ്ഞു, ഈ വോയേജർ വണ്ടി ധൈര്യമായിട്ടെടുത്തോ, എന്നിട്ട് നിനക്ക് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കും പോകാം, അതോടൊപ്പം പിള്ളേരെ സ്കൂളിൽ വിടാനായിട്ട്, പിള്ളേരെ കയറ്റിയിട്ട് സ്കൂളിൽ വിടുന്ന പരിപാടിയുണ്ട്, അതും ചെയ്യാം. ആ കൂട്ടത്തിൽ ദർശനം. പുള്ളി പോയി വോയേജർ വണ്ടി എടുത്ത്, അന്ന് വലിയ ലോൺ എടുത്താണ് എടുത്തത്. അവസാനം പ്രിയമുള്ളവരെ, വോയേജർ കമ്പനിയില്ല, അത് നന്നാക്കാനും പറ്റുകയില്ല. അവസാനം ഇതിൻ്റെ കടവും കടന്ന് അവൻ മുടിഞ്ഞ് നാശമായിട്ട് അവസാനം പ്രാഗി കുത്തി ഇവിടെ വന്ന്. കർത്താവ് നൽകിയ ദർശനമാണ്. എന്തിനായിരുന്നറിയാം ഈ ദർശനം കണ്ടത്? പ്രിയമുള്ളവരെ, ഈ വോയേജർ വണ്ടി ഈ ദർശനം കണ്ട പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ വണ്ടി അവനെക്കൊണ്ട് മേടിപ്പിച്ചിട്ട് അവൻ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ 10 മണിയാകുമ്പോൾ ഫ്രീ ആവും. അത് കഴിഞ്ഞാൽ ഈ ദർശകന് ഈ വണ്ടി എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ളിടത്ത് പോകാം. അങ്ങനെ പോയി അവൻ്റെ കുടുംബം മുടിഞ്ഞ് തകർന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? മനസ്സ് ശുദ്ധമല്ല ദർശകൻ്റെ. ഇത് തന്നെ നിങ്ങൾക്ക് പ്രശ്നം. നമ്മൾ ഓരോന്നോരോന്ന് കാണും. ആ കാണുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? സമർപ്പണം പൂർണ്ണമല്ലാത്തവൻ കാണുന്നതെല്ലാം വൈകല്യങ്ങളതേ കാണും. വൈകല്യങ്ങൾ കാണും. ഉദാഹരണത്തിന് യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവമേ, എൻ്റെ ദൈവത്തിൻ്റെ തിരുശരീര രക്തം. നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് വെച്ച് നല്ലോണം നിൽക്കും. മനസ്സ് നല്ലതല്ലാത്ത ഒരുത്തം നോക്കും, ഈ കുർബാന കൊണ്ട് കൊടുത്താലേ 25,000 രൂപ കിട്ടുമെന്ന് പറയുന്നു. നമ്മൾ ഒരെണ്ണം കഴിക്കാനും മേടിക്കും, കാരണം പാപപരിഹാരത്തിന് വേണ്ടി ഒരെണ്ണം കഴിച്ച്, എന്നിട്ടെന്താണ് ഒരെണ്ണം മേടിച്ച് പോക്കറ്റിൽ വിട്ടുകൊണ്ട് പോകും 25,000. ഇതാണ് മനസ്സ് ശുദ്ധമല്ലാത്തവൻ്റെ പ്രത്യേകത. അപ്പോൾ പ്രിയമുള്ളവർ, മനസ്സ് ശുദ്ധമാകണം. മനസ്സ് ശുദ്ധമായപ്പോൾ കണ്ട കാഴ്ച ദർശനത്തിനും പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത ദർശനം. ഈ ദർശനം ആർക്ക് മാത്രമേ അറിയാവുള്ളെന്നറിയോ? പിതാവായ ദൈവത്തിനും മാത്രം. പിതാവിൻ്റെ ചങ്കായത്. ചങ്കെന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം ചങ്ക് അതാണ്. പിതാവിൻ്റെ ചങ്കാണ് ഈ കാണുന്നത്. എന്താണെന്നറിയോ? പിതാവിൻ്റെ ചങ്കിനകത്തൊരു കാര്യം ഇരിപ്പുണ്ട്. എന്താണെന്നറിയോ? എൻ്റെ നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ ഒരു കുഞ്ഞാടിനെ ഞാൻ അയക്കും. എൻ്റെ കുഞ്ഞാടിനെ. അപ്പൻ്റെ ഹൃദയം അത്. പൈതൃക സ്ഥാനത്തേക്ക് ഉയരുന്ന സമർപ്പണം നടത്തിയപ്പോൾ
സ്വന്തം കുഞ്ഞിനെ കൊടുത്ത് അബ്രഹാം മേടിച്ചെടുത്തത് പൈതൃക സ്ഥാനമാണ്. അതുകൊണ്ട് കാണുന്ന ദർശനവും അത്തരം ദർശനം, അപ്പം കാണുന്ന ദർശനമൊക്കെ കാണാൻ പറ്റി. അപ്പോൾ യേശു കാണുന്ന ദർശനത്തോടു കൂടി നമുക്ക് ഈ ഭൂമി ജീവിക്കാൻ പറ്റണമെങ്കിൽ യേശു നടത്തിയ സമർപ്പണം നടത്തണം.